ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ മഹിമ ശ്രുതിയോട് വന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് മകളുടെ ചടങ്ങുകളുടെ കാര്യത്തിൽ സങ്കടമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇല്ല എന്ന് നമ്മുടെ ശ്രുതി മറുപടി പറയുന്നുണ്ട്. അതിനുശേഷം മഹിമ തൻ്റെ മകളുടെ ചടങ്ങിന് വരണം, നീ റെഡിയായിട്ട് നിൽക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷനിലാണ് കേട്ടോ. ഇതേ സമയം തന്നെ ഓഡിറ്റോറിയത്തിന് വളരെയധികം സുന്ദരിയായി നടന്നു വരികയാണ് നമ്മുടെ വർഷ. ഈ ഒരു കാഴ്ച കൊണ്ട് മതിമറന്ന് നിൽക്കുകയാണ് കേട്ടോ ശ്രീകാന്ത്. മാത്രമല്ല ചന്ദ്രയും രവിയും ദേവതയും എല്ലാവരും വർഷയും കൂട്ടിക്കൊണ്ട് മഹിമയും മധുസൂദനും നടന്നു വരുന്ന കാഴ്ച വളരെയധികം സന്തോഷത്തോടു തന്നെയാണ് നോക്കി നിൽക്കുന്നത്. അങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് എല്ലാവരും കൂടി ഓടി വന്ന സമയത്ത് ഭാമ പറയുന്നുണ്ട്, അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മുടെ ശ്രീകാന്തും വർഷയും ചെന്ന് അനുഗ്രഹം മേടിക്കുന്നത് മധുവിൻ്റെയും മഹിമയുടെയാണ് കേട്ടോ. അതിനുശേഷം രവിയുടെയും ചന്ദ്രയുടെ അടുത്ത് വന്ന് അനുഗ്രഹം മേടിക്കുക കേട്ടോ. ഈ സമയത്ത് ശ്രീകാന്ത് വർഷയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ചടങ്ങിൻ്റെ സമയത്ത് ആർക്കും പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും കുടുംബങ്ങൾ മൊത്തമായിട്ടുണ്ട്, നിനക്ക് വളരെയധികം സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേ വർഷ ഒരുപാട് സന്തോഷമായി ശ്രീകാന്ത് എന്ന് മറുപടി പറയുന്നുണ്ട്. അതിനുശേഷം താലിമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ചടങ്ങുകൾ ഇങ്ങനെ ആരംഭിക്കാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് മഹിമ ചന്ദ്രയെ വിളിച്ചു വരുത്തുന്നുണ്ട്. വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് ചന്ദ്ര മഹിമയുടെ അടുത്തേക്കായിട്ട് ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ രവീന്ദ്രനെ കൂട്ടിക്കൊണ്ട് അശോകനും അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ ചടങ്ങ് നടക്കുന്നിടത്തേക്ക് ചന്ദ്ര ചെന്നതിന് ശേഷം താലിമാറ്റൽ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാട്ടോ അവിടെ നടക്കുന്നത്. അതായത് ഇങ്ങനെ മുഖത്തിങ്ങനെ മഞ്ഞളൊക്കെ ഇങ്ങനെ തേക്കുവാണ്, അതുപോലെ തലയിൽ ഇങ്ങനെ പൂക്കളൊക്കെ ഇട്ട് അവരെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. മഹിമയാണെങ്കിൽ ചന്ദ്രയുടെ കയ്യിലേക്കായിട്ട് ഇങ്ങനെ താലി കോർക്കാനുള്ള മാല കൊടുക്കുന്ന സമയത്ത് ചന്ദ്ര വളരെയധികം സന്തോഷത്തോടെ തന്നെ മാല എടുത്ത് കയ്യിൽ വെച്ചിങ്ങനെ തൂക്കം നോക്കട്ടെ, കാരണം നല്ലൊരു 5.5 പവൻ കാണും ആ മാല. അതിൻ്റെ വെയിറ്റ് കാണുന്ന സമയത്ത് ഭാവം പറയുന്നുണ്ട്. ഭാമയുമായിട്ട് ചന്ദ്ര പറയുകയാണ്, ഇതെന്തായാലും ഒരു 5-6 പവൻ കാണും ഭാമേ എന്ന് നമ്മുടെ ഭാമയോടായിട്ട് ചന്ദ്ര പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കഴുത്തിലേക്കായിട്ട് ഈ മാല ചേർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുഖത്ത് മഞ്ഞൾ പുരട്ടുകയും തലയിൽ പൂക്കളൊക്കെ ഇട്ട് ഇങ്ങനെ അനുഗ്രഹിക്കുകയും ചെയ്യുക കേട്ടോ ചന്ദ്ര. അതിനുശേഷം വരുന്നത് മഹിമയാണ്. മഹിമ ഇങ്ങനത്തെ ചടങ്ങുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചടങ്ങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ശ്രുതി വന്നിട്ട് ചന്ദ്രയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അമ്മ ഏകദേശം വർഷയുടെ സ്വർണം 65 ലക്ഷത്തിലധികമുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുകയാണ്, എനിക്ക് ഏകദേശം അത്രയൊക്കെ തന്നെ ഉണ്ടാകും എന്ന് തോന്നുന്നു, പിന്നെ നീ പേടിക്കൊന്നും വേണ്ട, ഇതൊക്കെ നമ്മുടെ ലോക്കറിലുള്ള സ്വർണ്ണമല്ലേ, ശ്രുതിയുടെ അച്ഛൻ വരട്ടെ, മലേഷ്യയിൽ നിന്നുള്ള സ്വർണ്ണങ്ങൾ ആരെങ്കിലും ഒക്കെ കൊണ്ടുവരുന്നത് അത് കിലോ കണക്കിനായിരിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി ഒരുപാട് സ്വപ്നങ്ങൾ കാണാം കേട്ടോ. വേഗം തന്നെ ശ്രുതിയുടെ അടുത്ത് വന്നാൽ ചോദിക്കുന്നത്, ശ്രുതി നിൻ്റെ അച്ഛൻ അവിടെ നിന്ന് പുറപ്പെട്ട് എവിടെ വരെയായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി ആദ്യം ചടങ്ങ് ശ്രദ്ധിക്കുക, ചടങ്ങ് ഇവിടെ തുടങ്ങി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ വഴക്ക് പറയാണ്. ശ്രുതി അതിനുശേഷം മീരയോടായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു, വർഷയുടെ ചടങ്ങുകളൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്ന എൻ്റെ ചടങ്ങാണ്, അതിന് മുന്നേ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചില്ലേ എന്നാണെങ്കിൽ എല്ലാം തകിടം പറയും എന്നൊക്കെ പറയുന്ന സമയത്ത് മീര പറയാണ്, നീ നോക്കിയ ഭാമ തൊട്ട് പുറകിൽ തന്നെ സച്ചിയുടെ തൊട്ട് പുറകിൽ തന്നെ പണി ഒപ്പിക്കാനായിട്ട് ഇങ്ങനെ നിപ്പുണ്ട്. പക്ഷെ നമ്മുടെ എല്ലാവരും അനുഗ്രഹിച്ചൊക്കെ വിടുന്ന ആ ഒരു ചടങ്ങ് മാറി നിന്ന് ആസ്വദിച്ച് കാണുകയാണ് സച്ചി. ഈ ഒരു സമയത്ത് ഓഡിറ്റോറിയത്തിലേക്കായിട്ട് സച്ചിനെ വിളിക്കുന്നുണ്ട് രേവതി. ഈ ഒരു കാഴ്ച രവി കാണുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പെട്ടെന്നാണ് നമ്മുടെ വർഷ രേവതിയെ വിളിച്ച്, രേവതി ചേച്ചി ഇങ്ങോട്ട് വാ, മാറി നിൽക്കുന്ന എന്തിനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓഡിറ്റോറിയത്തിലേക്ക് രേവതിയും കയറ്റി നിർത്തുന്നു. ഈ ഒരു കാഴ്ച മഹിമയ്ക്കും ചന്ദ്രയ്ക്കും ഒന്നും തീരെ പിടിക്കുന്നില്ല കേട്ടോ. അതിനുശേഷം ചടങ്ങുകൾ പങ്കുചേരാനായിട്ട് വർഷ പറയുന്ന സമയത്ത് വേഗം തന്നെ മഹിമ പറയുന്നുണ്ട്, വന്നു നിൽക്കുന്ന ബാക്കി എല്ലാവരും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ചടങ്ങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം നമ്മുടെ വർഷ പറയുന്നത്, രേവതി ചേച്ചി ഇനി മാറി നിൽക്കേണ്ട കാര്യമില്ല, വേഗം വന്ന് വായോ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ വിളിച്ചു വരുത്തുകയാണ്. ഒരു പേടിയും ഭയത്തോടും കൂടി ചന്ദ്ര ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് രേവതി വർഷയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ രേവതി വളരെ മനോഹരമായി തന്നെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാഴ്ച നമ്മുടെ ചന്ദ്രയ്ക്ക് തീരെ പിടിക്കുന്നില്ല, പറയാൻ വിട്ടുപോയി. അതിനു മുന്നേ തന്നെ ശ്രുതിയെയും ഇതേ രീതിയിൽ തന്നെ മുഖത്ത് മഞ്ഞൾ തേക്കുകയും അനുഗ്രഹം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചടങ്ങുകൾക്കിടയിൽ ദാമു പരമാവധി തന്നെ സച്ചിയെ തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സച്ചിയാണെങ്കിലോ താൻ എങ്ങോട്ടും ഇല്ല എന്നുള്ള മട്ടിൽ അവിടെ തന്നെ ഒരു മൂലയിലായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ട് സച്ചി അനങ്ങുന്നില്ല എന്നൊക്കെ അറിയുമ്പോഴേക്കും നമ്മുടെ ദാമു ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ. കാരണം തന്നെ ഏൽപ്പിച്ച ജോലി വളരെ മനോഹരമായി ചെയ്തു തീർക്കണം എന്നാണ് ദാമുവിൻ്റെ ലക്ഷ്യം എന്നത്.
അങ്ങനെ ദാമു പല പല കാരണങ്ങൾ പറഞ്ഞ് സച്ചിയെ വിളിക്കാനായിട്ടൊക്കെ ഇങ്ങനെ ശ്രമിക്കുകയാണ്. ഇതിനിടയിൽ ഇതേ സമയം തന്നെ നമ്മുടെ വർഷയുടെ താലിമാറ്റലിനുള്ള ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ ഏകദേശം അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് ശ്രീകാന്ത് വർഷയുടെ അടുത്ത് കയറുന്നത്. വേഗം തന്നെ വർഷ ശ്രീകാന്തിൻ്റെ മുഖത്ത് ഇതുപോലെ തന്നെ മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വളരെയധികം മനോഹരമായി തന്നെ വർഷയുടെ ചടങ്ങും തീരുകയാണ്. ഈ ഒരു സമയത്ത് ശ്രുതി ആകെ ടെൻഷനിലാണ്. ശ്രുതിയാണെങ്കിൽ താൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് നേരെ ഡ്രസ്സിങ് റൂമിലേക്കായിട്ട് ഇങ്ങനെ പോവുകയാണ്. തൊട്ട് പിന്നാലെ തന്നെ മീരയും ചെല്ലുന്നുണ്ട്. പോകുന്ന സമയത്ത് മീര ദാമുവിനെ ഒന്ന് നോക്കുവാണ് കേട്ടോ. ദാമു ആണെങ്കിൽ എല്ലാം സെറ്റാണെന്ന രീതിക്ക് ഒരു ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. റൂമിലേക്ക് ചെന്നതിന് ശേഷം ശ്രുതി ആകെ ടെൻഷനിലാട്ടോ. കാരണം എല്ലാവരുടെയും നോട്ടം വരുന്നത് വർഷയുടെ സ്വർണ്ണാഭരണങ്ങളിലാണ്. അപ്പോൾ താൻ ഇത്രയധികം കുറച്ച് സ്വർണ്ണമാലയൊക്കെ ഇട്ടതുകൊണ്ട് മാത്രമല്ല, തൻ്റെ താലിമാല ചെറുതായതുകൊണ്ടും ചന്ദ്രമതി എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് നമ്മുടെ ശ്രുതിക്ക് നന്നായിട്ട് അറിയാം. ദാമുവിനെ ഏൽപ്പിച്ച പണിയാണ്. ദാമു ഇതും കൂടെ തുടങ്ങിയിട്ടില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ കൂളമായി കിടക്കുകയാണ് നമ്മുടെ ശ്രുതിയുടെ കാര്യം. ഇതേ സമയം തന്നെ ഓഡിറ്റോറിയത്തിൽ സെൽഫി എടുക്കുകയാണ് നമ്മുടെ ശ്രീകാന്ത് വർഷയും. കൂട്ടത്തിൽ തന്നെ ശ്രുതിയും ഉണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് രവി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ചന്ദ്ര ഇനിയും വൈകി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? ശ്രുതിയുടെ അച്ഛൻ വന്നില്ല എന്നാണ് വേണ്ട ചടങ്ങ് നമുക്ക് നടത്താം എന്നൊക്കെ പറയുമ്പോഴേക്കും അതെങ്ങനെ ശരിയാകുന്നത്? ശ്രുതിയുടെ അച്ഛൻ വരാതെ എങ്ങനെ ചടങ്ങ് ഇപ്പോൾ നടത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ രവി പറയുന്നുണ്ട്, ഇപ്പം വരും എന്ന് പറയുന്നതല്ലാതെ അദ്ദേഹം ഇതുവരെ ഇവിടെ ഒന്നും എത്തിയിട്ടില്ലല്ലോ. ഇനി അദ്ദേഹം ഇങ്ങനെ എത്തുന്നവരിങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹിമ വന്നിട്ട് പറയുന്നുണ്ട്, ചന്ദ്രയെ ചടങ്ങുകൾ തുടങ്ങാം, രണ്ടാമതായിട്ട് സുധീനെ വിളിച്ചുകൊണ്ട് വരാൻ പറയട്ടെ. അങ്ങനെ നമ്മുടെ സുധീനെയും കൂട്ടിക്കൊണ്ട് മീരയും അതുപോലെ തന്നെ ഭാമയും എല്ലാവരും കൂടി നടന്നു വരികയാണ്. തൊട്ടു പിന്നാലെ തന്നെ രേവതിയും കാണും കേട്ടോ. പെട്ടെന്ന് തന്നെ രേവതിയെ പിടിച്ചു നിർത്താനായിട്ട് ഇങ്ങനെ സച്ചി ശ്രമിക്കുന്ന സമയത്ത് രേവതി തനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ ഇങ്ങനെ തന്നെ നടന്നു പോവുകയാണ്. ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ സുധിയുടെ നോട്ടം വന്നത് ചന്ദ്രയുടെ മുഖത്താണ് കേട്ടോ. ചന്ദ്ര ആകെ ദേഷ്യത്തിലാണെന്ന് ചന്ദ്രയുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ സുധിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും മുന്നിലേക്ക് കയറിയിരിക്കുന്ന സമയത്ത് മീര പറയുന്നുണ്ട്, എടി നീ എന്താ ഇങ്ങനെ മുഖമൊക്കെ ആകെ ഡള്ളാകിയിരിക്കുന്നത്, ഒന്ന് ചിരിച്ചു കാണിക്കുന്നൊക്കെ പറയുമ്പോഴേക്കും എനിക്ക് ആകെ ടെൻഷനാകും മീര, എനിക്ക് ചിരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല എന്നൊക്കെയാണ് ശ്രുതി മറുപടി പറയുന്നത്. അങ്ങനെ താലി മാറ്റുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കാര്യം, അതായത് അമ്മായിയമ്മ താലി എടുത്ത് കൊടുക്കാനായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയുടെ കയ്യിലുള്ള താലിമാല കൊടുക്കുകയാണ്. അപ്പോൾ അതാണെങ്കിൽ തീരെ ചെറിയൊരു താലിമാലയാണ് കേട്ടോ. അതായത് നമ്മുടെ സച്ചി രേവതിക്കായിട്ട് മേടിച്ചു കൊടുത്തൊരു താലിമാലയില്ലേ, അത്രയേ ഉള്ളൂ. അത്രയും ചെറിയൊരു താലിമാലയായിട്ടാണ് നമ്മുടെ ശ്രുതി വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ചന്ദ്രൻ നേരെ താലിമാലയിലേക്കൊക്കെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കിയതിന് ശേഷം ശ്രുതി ഒന്ന് നോക്കുകയാണ് കേട്ടോ. അതിനുശേഷമാണ് കഴുത്തിലേക്കായിട്ട് താലിമാല ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത്. അങ്ങനെ ശ്രുതിയുടെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ശ്രുതിയുടെ മുഖത്ത് മഞ്ഞളൊക്കെ വളരെയധികം ദേഷ്യത്തോടു കൂടി തന്നെയാണ് ചന്ദ്ര ഇങ്ങനെ തേച്ചു കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് ടെൻഷനോട് കൂടി തന്നെയാണ് ചന്ദ്രയെ ശ്രുതി നോക്കുന്നത്. പിന്നീട് നമ്മുടെ മഹിമ വരുന്നത്, അങ്ങനെ മഹിമ വരുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിങ്ങനെ മുഖത്തിങ്ങനെ മഞ്ഞളൊക്കെ തേച്ചിങ്ങനെ ചടങ്ങുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഓഡിറ്റോറിയത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാലേ തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതൊട്ടും ഉണ്ടായിട്ടുമില്ല. താൻ ഏർപ്പാടാക്കിയ ആളായിട്ടാണെങ്കിലോ അതിനായിട്ട് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നുമില്ല എന്നൊക്കെയുള്ള ആകെ ടെൻഷനിൽ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.